ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് സുമിത്രയുടെ കഥയിലേക്ക് പോയാലോ. സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് അനിരുദ്ധ് പ്രതിഷേധിക്കുമ്പോഴത്തേക്കിനും പ്രേമിയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ അനന്യ പറയുന്നുണ്ട്, അതെ, നിന്റെ അമ്മ എത്രമാത്രം നിനക്ക് പ്രിയപ്പെട്ടതാണ്, അതുപോലെ തന്നെ എൻ്റെ അമ്മയും എനിക്ക് പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് എൻ്റെ അമ്മയെക്കുറിച്ച് അങ്ങനെ മോശമായിട്ട് സംസാരിക്കരുതെന്ന് പറഞ്ഞതും അനിരുദ്ധിന് അതങ്ങ് കൊണ്ടു. അപ്പം അവൻ പറയുന്നുണ്ട്, നീ നിന്റെ അമ്മയെ ന്യായീകരിക്കുകയാണോ? അങ്ങനെ ന്യായീകരിക്കുകയാണെങ്കിൽ നിന്റെ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. നമ്മൾ തമ്മിൽ പിരിയണമെന്നുള്ളതാണല്ലോ നിന്റെ അമ്മയുടെ ആഗ്രഹം. അതുകൊണ്ട് അതങ്ങനെ തന്നെ നടക്കട്ടെ എന്നും പറഞ്ഞ്, ഇനി അനന്യ, നീ ഇനി എന്നെ പ്രതീക്ഷിക്കണ്ട, ഞാനും കുഞ്ഞും നാളെ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങുമെന്നുള്ള കാര്യവും പറഞ്ഞ് അനിരുദ്ധ് അങ്ങോട്ട് കയറി പോവാണ്. അപ്പം അനന്യക്കാണെങ്കിലോ അനിരുദ്ധിന്റെ ആ ഒരു തീരുമാനം കേട്ടപ്പം ഒട്ടും അവൾക്ക് അംഗീകരിക്കാനേ സാധിച്ചില്ല. താനും മാത്രം അനിരുദ്ധിനെയും സ്വരമോളെയും നമ്മുടെ അനന്യ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് അതൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കാര്യമേ അല്ലായിരുന്നു. പക്ഷേ ഇവന്റെ ഈ ഒരു തീരുമാനം കേട്ടത് നമ്മുടെ പ്രേമയ്ക്ക് അങ്ങ് നന്നേ ഇഷ്ടമായി. പ്രേമ എന്താണോ മനസ്സിൽ കരുതിയത് ആ കാര്യം തന്നെ സാധിക്കുമ്പം പ്രേമ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ, എന്തായാലും ചെറിയൊരു നുണ പറഞ്ഞു. ആ ഒരു നുണ പറഞ്ഞത് കൊണ്ട് തന്നെ ഇപ്പതാ ഞാൻ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് എത്തിപ്പെട്ടു. ഇത്രയും ഉള്ളായിരുന്നു കാര്യങ്ങളെന്ന് പ്രേമ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. അപ്പം നമ്മുടെ വിശ്വനാണെങ്കിലോ തൻ്റെ മകളെ സമാധാനിപ്പിക്കുക, മോള് വിഷമിക്കുകയൊന്നും വേണ്ട, അവനൊരു ദേഷ്യത്തിനൊക്കെ പറഞ്ഞതായിരിക്കും, എന്തായാലും നിന്നെയും കുഞ്ഞിനെയും ഒന്നും അകറ്റാനായിട്ട് അവനൊരിക്കലും ശ്രമിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ ആശ്വസിപ്പിക്കുമ്പം അനന്യാണെങ്കിലോ അനിരുദ്ധ അത്രയധികം വിഷമിച്ചാണ്, അനിയുടെ സങ്കടങ്ങൾ ഞാൻ കണ്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാച്ചാ ശരിയാകുന്നതെന്നും പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് പോവുക കേട്ടോ. അപ്പം ഈ സമയത്താണെങ്കിലോ നമ്മുടെ സുമിത്ര അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ സുമിത്ര മൊത്തത്തിൽ തകർന്ന അവസ്ഥയിലാണല്ലോ തിരികെ വന്നിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സുമിത്രയെ കുത്തി നോവിക്കുകയാണ് സരസ്വതി അമ്മ. സരസ്വതി ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുക, എന്തൊക്കെയായിരുന്നു, സ്വന്തം മകനെ പോലെ ആയിരുന്നു സഹോദരൻ, എന്നിട്ട് അവൻ നിന്നോട് കാണിച്ചത് എത്ര വലിയ നെറികേടാണ് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം സുമിത്ര ഒരക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ. എല്ലാം കേട്ട് ഓരോ കാര്യങ്ങളും ആലോചിച്ച് അവിടെ ഇരുന്ന് കരയുകയാണ്. അപ്പം സിദ്ധാർത്ഥ് ഇതെല്ലാം കേട്ടപ്പുറം മാറി നിൽക്കുന്നുണ്ട്. ആശാനാണെങ്കിലോ ഈ അമ്മയുടെ കുറ്റപ്പെടുത്തൽ അതൊരു പരിധി വിടുമ്പോഴത്തേക്കിനും സിദ്ധു അങ്ങോട്ട് കയറി ഇടപെടുകയാണ്. സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അമ്മ എന്തിനു വേണ്ടിയാണ്, സുമിത്ര എന്തെങ്കിലും തെറ്റ് ചെയ്തോ, അവള് ചെയ്തത് എന്ത് തെറ്റാണ്, അമ്മയ്ക്കൊന്ന് പറയാവോ എന്ന് ചോദിക്കുമ്പം, എടാ അവളെ വിശ്വസിക്കേണ്ടവരെ വിശ്വസിക്കുന്നില്ല, അല്ലാത്ത ആൾക്കാരെ അവൾ ചേർത്ത് നിർത്തുകയാണ്. ഞാൻ പണ്ടേ പറഞ്ഞതാണ് ദീപു എന്ന് പറയുന്നവൻ മഹാചതിയനാണ് എന്നുള്ള കാര്യം. പക്ഷെ അവൾക്ക് അന്നോ അവളുടെ മക്കളെക്കാട്ടിലും കാര്യം ദീപുവിനോടായിരുന്നു. ഇപ്പതാ കിട്ടിയില്ലേ, കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിയപ്പം ഇവൾക്ക് സമാധാനമായില്ലേ. സ്വന്തം ചേച്ചിയെ കൊന്നു കളഞ്ഞിരിക്കുന്നു, അതും സ്വന്തം സഹോദരൻ തന്നെ. അത് ആരോടാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്? മകനോട്. എന്തൊക്കെ ചതിയാണ് അവൻ പറഞ്ഞുണ്ടാക്കി വെച്ചിരുന്നത്. ഇതിന്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ കളികളുണ്ട്. അവനെ പിടിച്ച് നല്ല അടിയങ്ങ് അടിച്ചു കഴിഞ്ഞാൽ അവൻ സത്യം പറയുമെന്ന് സരസ്വതി അമ്മ അവിടെ വെച്ച് പറയുമ്പം സിദ്ധു ആണെങ്കിലോ അമ്മ അതും പറഞ്ഞ് ഇനി സുമിത്രയുടെ മെക്കിട്ട് കയറരുത്, അവൾ ആകെ തകർന്നിരിക്കുന്നത് അമ്മ കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പം, ഇവളെ ഇപ്പൊ ആദ്യമായിട്ടാണോ ഞാൻ തകർക്കുന്നത്? അല്ലല്ലോ, അവൾക്ക് കിട്ടേണ്ടത് കിട്ടണം, കിട്ടാതിരുന്നാലേ ശരിയാകില്ല, പല കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് സരസ്വതി അമ്മ വീണ്ടും ഇങ്ങനെ പിറുപിറുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും സിദ്ധു പറയുന്നുണ്ട്, ഞാൻ അവളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അമ്മയും ഇപ്പൊ ചെയ്യുന്നത് അത് തന്നെയല്ലേ. പക്ഷെ മുൻപ് മോശം സ്വഭാവമായിരുന്ന ഞാൻ നന്നാവണമെന്ന് വിചാരിച്ചില്ലേ, അതുപോലെ അമ്മയ്ക്ക് എന്താ ചിന്തിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ച് സിദ്ധു സരസ്വതിയെ വഴക്ക് പറയുമ്പോഴത്തേക്കിനും സുമിത്രയാണെങ്കിൽ ഇതൊന്നും കേൾക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിൽ തകർന്നിരിക്കുക. അപ്പൊ സരസ്വതി ആണെങ്കിലോ നീയായി നിന്റെ പാടായി എന്നും പറഞ്ഞ് പുള്ളിക്കാരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അങ്ങനെതാ നമ്മുടെ സുമിത്രയുടെ അടുത്തിരുന്ന് സിദ്ധു സമാധാനിപ്പിക്കുകയാണ്, താൻ വിഷമിക്കൊന്നും വേണ്ടടോ, താൻ വിചാരിച്ചിട്ടില്ലല്ലേ ദീപു ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്, സാരയില്ലടോ, എല്ലാം നടക്കേണ്ടതുപോലെ തന്നെയല്ലേ നടക്കുകയുള്ളൂ, ഇനിയിപ്പോ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? അവൻ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നുള്ള സത്യം അത് കണ്ടെത്തണം. അത് നിസ്സാരമായിട്ടുള്ള ഒരു കള്ളമല്ല അവൻ പറഞ്ഞത്. അപ്പൊ സുമിത്രയാണെങ്കിലോ തന്റെ മനസ്സിൽ അടക്കി വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം സിദ്ധാർത്ഥിന് മുന്നിൽ പറയാണ്. അപ്പം എന്തൊക്കെ ആയാലും ഞാൻ മരിച്ചുപോയെന്നല്ലേ സിദ്ധാർത്ഥ് അവൻ പറഞ്ഞുണ്ടാക്കിയത്, ഞാൻ അവന്റെ ചോരയല്ലേ, എന്നെ എങ്ങനെ കൊല്ലാനാണ് അവന് സാധിച്ചത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ സിദ്ധു ആണെങ്കിൽ സുമിത്രയെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ അനിരുദ്ധും അനന്യയും കൂടെയാണ് കേട്ടോ. അപ്പം അനിരുദ്ധാണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് പോകാനായിട്ട് സ്വരമോളോട് പെട്ടി പാക്ക് ചെയ്യാൻ പറയുകയാണ്. അപ്പം മോളുടെ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കണം കേട്ടോ.
അപ്പൊ സ്വര ചോദിക്കുന്നുണ്ട്, എവിടെ പോവാനാ ഡാഡി, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ മോളുടെ അച്ഛമ്മയുടെ അടുത്ത് പോവണ്ടേ? ഹായ്, അച്ഛമ്മയുടെ അടുത്ത് പോവാനാണോ? എന്നാ ഓക്കെ, ഞാൻ ദാ ഇപ്പൊ തന്നെ എന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാം. അല്ല ഡാഡി, നമ്മൾ എത്ര ദിവസം അവിടെ നിൽക്കും എന്നൊക്കെ കൊച്ചിങ്ങനെ ചോദിക്കുമ്പം അനന്യ അവിടെ വന്ന് നിന്നിട്ട് അനന്യ ചോദിക്കുന്നുണ്ട്, അനി നിന്റെ തീരുമാനത്തിന് മാറ്റമൊന്നും ഇല്ലേ? ഇല്ല, ഞാൻ എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചു. നിന്റെ അച്ഛനും അമ്മയൊക്കെ ആഗ്രഹിച്ചതുപോലെ നിനക്ക് നല്ലൊരു ഭാവിയൊക്കെ ഉണ്ടാകട്ടെ. ഞാനിവിടെ നിൽക്കുമ്പോഴല്ലേ പ്രശ്നം. അനി, എനിക്ക് നിന്നെയും കുഞ്ഞിനെയും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് തന്നെ നമ്മുടെ അനന്യ തീർത്തും പറയുമ്പോഴത്തേക്കിനും അത് നീ ഇപ്പൊ ആലോചിക്കേണ്ടുന്ന കാര്യമായിരുന്നില്ല അനന്യ. എത്രയൊക്കെ വന്നാലും ഈ കുഞ്ഞും ഞാനും ഒക്കെ നിനക്ക് അന്യം തന്നെയാണ്. നിന്റെ അമ്മയും നിന്റെ അച്ഛനും പറയുന്നത് തന്നെയാണല്ലോ നിനക്ക് വേദവാക്യം എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഡയലോഗ് അടിക്കുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലോ അനന്യ വീണ്ടും സങ്കടത്തിലായി. എനിക്ക് കുഞ്ഞിനെ പിരിയാൻ പറ്റില്ല എന്നും പറഞ്ഞ്, നിങ്ങൾ പോകരുത് എന്നും പറഞ്ഞ് കാല് പിടിച്ച് പറയുന്നത് പോലെ പറഞ്ഞിട്ടും ഇവൻ ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ വളരെ നിരാശയായിട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് അങ്ങ് പോരുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ ഡാഡി, നമ്മൾ പോകുമ്പോഴത്തേക്കിനും മമ്മിയെ കൂട്ടുന്നില്ലേ? അതെ, മോളുടെ മമ്മിക്ക് ചെറിയ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് മമ്മി പിന്നെ വന്നോളും, നമുക്ക് പോയി കുറച്ച് ദിവസം അച്ഛമ്മയുടെ അടുത്ത് നിന്നാലോ എന്ന് ചോദിക്കുമ്പം എന്നാ നല്ല രസമായിരിക്കും, ഞാൻ ദാ ഇപ്പൊ തന്നെ റെഡിയാണെന്നും പറഞ്ഞ് സ്വരമോള് വലിയ ഉത്സാഹത്തിൽ നിൽക്കുകയാണ്. അപ്പം അച്ഛൻ്റെ അടുത്ത് പോയി സങ്കടങ്ങളെല്ലാം പറയുകയാണ് നമ്മുടെ അനന്യ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനും വിശ്വം പറയുന്നുണ്ട്, മോളെ നിന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് എനിക്ക് അവളുടെ ഒപ്പം നിൽക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങളിങ്ങനെ രണ്ടായി പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അച്ഛൻ അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലായിരുന്നു എന്ന് പറയുമ്പം അച്ഛാ ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ സ്വരമോളും അനിരുദ്ധും ഒക്കെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നുള്ള കാര്യമൊക്കെ അവൾ പറയുമ്പം അച്ഛൻ സമാധാനിപ്പിക്കുകയാണ്, മോളെ അവൻ്റെ ദേഷ്യമൊക്കെ ഒന്ന് മാറട്ടെ, അവൻ്റെ ദേഷ്യം മാറിക്കഴിഞ്ഞിട്ട് അച്ഛൻ പോയി അവൻ്റെ അടുത്ത് സംസാരിക്കാം, നീ വിഷമിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞ് മകളെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പം അച്ഛൻ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല, അനി പോണമെന്ന് തന്നെയാ പറയുന്നത്. അവന് ഡിവോഴ്സ് വേണം, അല്ലെങ്കിലും അവൻ ഡിവോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവൻ എനിക്കും ഇടയിൽ ഒരു കുഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ ഇവളിങ്ങനെ പറയുക കേട്ടോ. അപ്പം നിന്റെ അമ്മ ആഗ്രഹിച്ചത് അത് തന്നെയാണ്, അതെന്തായാലും നടന്നു. ഇനി അച്ഛൻ പറയാം, അവനോട് സംസാരിച്ച് നോക്കാം, നമുക്കിപ്പോൾ അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾ രണ്ടാളും കാരണം ഇപ്പം ഞാൻ പെരുവഴിയിലായല്ലോ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അനന്യ സങ്കടപ്പെടുമ്പോഴത്തേക്കിനും വിശ്വൻ മകളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ഈ സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ സുമിത്ര ഓരോ കാര്യങ്ങളും ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. എത്ര ആലോചിച്ചിട്ടും തനിക്ക് ഒരു പിടിയും കിട്ടാത്ത കാര്യങ്ങളാണ് തൻ്റെ പൊന്നാങ്ങളെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം സുമിത്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കിനും അപ്പറെ നമ്മുടെ സത്യ എത്തുകയാണ്. സത്യ വന്നു നമ്മുടെ സിദ്ധുവിനെ കണ്ടു. അപ്പൊ സിദ്ധാർത്ഥ് ഭയങ്കര സന്തോഷത്തിലാണ്. സുമിത്രയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കിനും സുമിത്രയാണെങ്കിലും തൻ്റെ അടുത്ത് നിന്നും എഴുന്നേറ്റ് പോകാതെ അവിടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ഒക്കെ കേട്ടതാണല്ലോ. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ സിദ്ധുവിന്. സിദ്ധു ഈ സന്തോഷമൊക്കെ പങ്കുവെക്കുമ്പോഴത്തേക്കിനും സത്യ ചോദിക്കുകയാണ്, അല്ല സാറേ, ഇനിയിപ്പം സാറിന്റെ ഒരു വിവാഹം ഉടനെ പ്രതീക്ഷിക്കാവോ? ഇനി എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. താൻ സുമിത്രയ്ക്കൊപ്പവും അതുപോലെ സരസ്വതി അമ്മയും മക്കൾക്കും ഒപ്പം ശ്രീനിലയത്തിൽ താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം സരസ്വതി അങ്ങോട്ട് വരികയാണ്. മോനെ, അത് നീ തനിയെ അങ്ങ് ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? സുമിത്ര നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. അവളുടെ മനസ്സിൽ നിന്നെക്കുറിച്ച് ഇത്തരം ചിന്തകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നീ വെറുതെ ഇങ്ങനെ മനക്കോട്ട കെട്ടി പോകാനേ ഉള്ളൂ. അമ്മേ, അങ്ങനെയൊന്നും അല്ലമ്മേ, അവൾക്ക് എന്തൊക്കെയോ ഒരു മാറ്റമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇന്നലെ ഞാൻ അവളെ സമാധാനിപ്പിച്ച സമയത്ത് അവൾ അവിടുന്ന് എഴുന്നേറ്റ് പോകേണ്ടതാണ്. അതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷെ നിന്നോടൊപ്പം താമസിക്കുമെന്നുള്ള കാര്യമൊന്നും ഈ അമ്മയ്ക്ക് വിശ്വാസമില്ല. സുമിത്രയുടെ സ്വഭാവം നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് സുമിത്ര സിദ്ധാർത്ഥിന്റെ മനസ്സ് മനസ്സിലാക്കുകയാണ്. സിദ്ധു എന്തിനു വേണ്ടിയാണ് ഈ വീട്ടിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്? തന്നോടൊപ്പം ഉള്ളൊരു ജീവിതം സിദ്ധു ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ സുമിത്ര മനസ്സിലാക്കി. പക്ഷെ പച്ചയ്ക്ക് തന്നെ അവൾ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ സിദ്ധുവിനോട് പറഞ്ഞതാണ്. തൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും സിദ്ധാർത്ഥ് ഉണ്ടാവില്ല എന്നുള്ള സത്യം ഇതൊന്നും ഇയാളുടെ തലയിൽ കയറിയിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ സുമിത്രയ്ക്ക് വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ അവൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചിത്രയുടെ കോള് വരുന്നത്. ചിത്രയുടെ കോള് കണ്ടതും
ചിത്രയാണെങ്കിൽ അപ്പുറേ നിന്ന് ഭയങ്കര കരച്ചിലാണ്. ചേച്ചി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. ഞാൻ എങ്ങനെയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്? ചേച്ചിയുടെ ആങ്ങളെ ഇത്ര വലിയൊരു ചതിയനാണെന്നുള്ളത് അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാനും എൻ്റെ മോനും ഒക്കെ അത്രയധികം വിഷമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിത്ര ഒരേ കരച്ചിൽ കരയാണ്. അപ്പൊ സുമിത്രയാണെങ്കിലും മോളെ ചിത്ര നീ കരയരുത് എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ എത്ര പറഞ്ഞിട്ടും തൻ്റെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന ആ ഒരു സങ്കടങ്ങൾ അതവള് പ്രകടിപ്പിക്കുക തന്നെയാണ്. അപ്പം ചിത്രയോട് പറയുന്നുണ്ട്, നീ എന്തായാലും സമാധാനിക്ക്, ചേച്ചി നിന്നെ വിളിച്ചോളാന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. അതിനുശേഷം ഗാഠമായ ഒരു ചിന്തയിലേക്കാണ് സുമിത്ര പോകുന്നത്. താൻ ആ ഒരു കോമ സ്റ്റേജിൽ നിന്നും ഉണർന്നു കഴിഞ്ഞ് തൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് ദീപു പറഞ്ഞ കള്ളത്തരങ്ങള്, തന്റെ മക്കൾ എവിടെയാണ് എന്നുള്ള കാര്യമൊക്കെ സുമിത്ര ചോദിച്ചിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് മക്കള് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ശീതളും അനിരുദ്ധും ഒക്കെ ചേച്ചിയുടെ അടുത്ത് വന്നായിരുന്നു. പിന്നെ അതിനുശേഷം ആരെയും ഞാൻ കണ്ടിട്ടില്ല, അവരൊക്കെ എവിടെയാണ് എന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്നൊക്കെയാണ് ദീപു നമ്മുടെ സുമിത്രയെ പറഞ്ഞ് ധരിപ്പിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് ഇവൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പം എന്തിനു വേണ്ടി തന്റെ കൂടപ്പുറപ്പ് തന്നെ ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തി എന്നുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമ്മുടെ സുമിത്ര സത്യങ്ങൾക്ക് പിന്നാലെ തന്നെ സഞ്ചരിച്ചിരിക്കും. അതുപോലെ തന്നെ അകന്നുപോയ കണ്ണികളെല്ലാം കൂടി ചേർന്ന് പഴയതുപോലെ തന്നെ സന്തോഷമായിട്ടുള്ള ഒരു ഫാമിലിയായി അവർ മാറുമെന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്